ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 23 ശ്ലോകം 11. ത്വത്സേവനേന ദിതിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ദ്രനെ വധിക്കുവാൻ ദിതി ചെയ്ത ശ്രമവും ഭഗവൻ മാഹാത്മ്യത്താൽ വിപരീത ഫലമായി തീർന്ന് മരുത്തുക്കളുടെ ഉത്പത്തി ഉണ്ടായതിനെക്കുറിച്ച് കവി പറയുന്നു ഈ ശ്ലോകത്തിലൂടെ. ദിതി നിന്തിരുവടിയെ സേവിച്ച് ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചുവെങ്കിലും നേരെ വിപരീതമായി ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളെയാണ് പുത്രന്മാരായി ലഭിച്ചത്. ദുഷ്ടഹൃദയന് പോലും അവിടുത്തെ സേവിക്കുന്നത് ഗുണമായിട്ടേ വരൂ. ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ രക്ഷിക്കണേ എന്നാണ് കവിയുടെ പ്രാർത്ഥന. തൻ്റെ മക്കളായ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വിഷ്ണുവിനെ കൊണ്ട് കൊല്ലിച്ചതോർത്ത് ഇന്ദ്രന്റെ നേരെ കുപിതയായ ദിതി ഇന്ദ്രഹന്താവായ ഒരു പുത്രനെ തനിക്ക് നൽകണമെന്ന് ഭർത്താവായ കാശ്യപ മഹർഷിയോട് അഭ്യർത്ഥിച്ചു. അതനുസരിച്ച് കാശ്യപ മഹർഷി ഗർഭാധാനം ചെയ്യുകയും വ്രതഭംഗം വരാതെ 1 സംവത്സരം കാലം താൻ ഉപദേശിക്കുന്ന പുംസവനവ്രതം അനുഷ്ഠിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. ഒരു ദിവസം വ്രതഭംഗം വന്നു ചേരുകയാൽ ആ ഗർഭത്തിലുണ്ടായ 49 മരുത്തുക്കളും ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി ഭവിച്ചു. ഇന്ദ്രനും ദിതിക്കും ഇങ്ങനെ ഗുണം വന്നത് ഭഗവത് ഭക്തിയുടെ മാഹാത്മ്യത്താലാണ്. ദുഷ്ടത കരുതി ഭജിച്ച ദിതിക്ക് പോലും ഗുണം വരുത്തിയ ഭഗവാൻ യാതൊരു ദുർവിചാരവും കൂടാതെ ഭജിക്കുന്ന ഭട്ടേരിപ്പാടായ കവിയെ രക്ഷിക്കാത്തത് മഹാകഷ്ടമാണെന്ന് തത്താദൃശ എന്ന വിശേഷണം സൂചിപ്പിക്കുന്നു.